നാലാമത്തെ യൂണിറ്റിലെ രാജാ കാ ദർവാസ എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത്തവണ 7ാം ക്ലാസ്സിന് ഉണ്ടായിരുന്നത്. ബുദ്ധിമാനായ രാജാവും ബുദ്ധിമാനായ ഒരു വ്യക്തിയും തമ്മിലുള്ള രസകരമായ മത്സരം ഇവിടെ കാണാം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. मंत्री ने ऐसा दरवाज़ा बनवाया. राजा ने फिर सबको बुलाकर पूछा, है कोई जो घुस सकता है इस दरवाजे से? वही आदमी आया. उसने राजा को बहुत ठंडा पानी पिलाया. फिर कहा, अगर मैं इस दरवाजे से नहीं घुस सकता तो राजा भी नहीं घुस सकता है. ठंडे पानी से राजा का गला खराब हो गया. उसकी आवाज़ ही नहीं निकली. राजा भी दरवाजे से अंदर नहीं जा पाया. वो गुस्से से कूदता रह गया. फिर राजा ने ऐसा दरवाज़ा बनवाया जो सिर्फ उसके जूतों की आहट से ही खुले. लेकिन उस आदमी ने ज़मीन पर कालीन बिछा दिया जिससे जूतों की आहट ही नहीं हुई. राजा ने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ मेरे ही शरीर की गंध से खुले. लेकिन इस बार फिर वही आदमी आया और राजा के पहने हुए कुछ कपड़े हाथ में उठाकर दरवाजे के पास ले गया तो दरवाज़ा खुल गया. फिर आगे क्या हुआ? उन दोनों का मुकाबला न जाने कब तक चलता रहा. मुझे तो यहीं तक की घटनाओं का पता है. आगे के बारे में तो अब तुम्हें ही सोचकर बताना होगा. तो बताओ फिर आगे क्या हुआ होगा. ഇനി വാക്കുകളും അവയുടെ അർത്ഥവും നോക്കാം. ബഹോത് വളരെ അധികം, ഠണ്ഡ തണുത്ത, പാനി വെള്ളം, പിലായ കുടിപ്പിച്ചു, ഗല കഴുത്ത് തൊണ്ട, ഖറാബ് ഹോന മോശമാവുക കേടാവുക, ആവാസ് നിക്കൽന ശബ്ദം പുറപ്പെടുക, അന്തർ ഉള്ളിൽ, ജാന പോവുക, ഗുസ്സ ദേഷ്യം, കൂദ്ന ചാടുക, ജൂത്ത ചെരുപ്പ്, ആഹഡ് നടക്കുകയും മറ്റും ചെയ്യുന്നതിൻ്റെ നേരിയ ശബ്ദം, ജമീൻ നിലം ഭൂമി, കാലീൻ പരവതാനി ചവിട്ടി, ബിഛാന വിരിക്കുക, ശരീർ ശരീരം, ഗന്ധ് ഗന്ധം മണം, പെഹന്ന ധരിക്കുക, കുച്ച് കുറച്ച്, കപ്പടെ വസ്ത്രങ്ങൾ, ഹാത്ത് മേ ഉഠാക്കർ കയ്യിലെടുത്തിട്ട്, ദോനോ രണ്ടുപേരും, മുക്കാബ്ല എതിർപ്പ് മത്സരം, യഹീ തക് ഇവിടെ വരെ, ഘട്ന സംഭവം, പത അറിവ്, ആകെ മുന്നിൽ, കെ ബാരെ മേ കുറിച്ച് പറ്റി, സോച്ച് കർ ചിന്തിച്ചിട്ട്, ബതാന പറയുക, ക്യാ ഹുവാ ഹോഗ എന്തു പറ്റിക്കാണും. ഇനി ഇതിൻ്റെ ആശയത്തിലേക്കൊന്ന് കടക്കാം. മന്ത്രി അതുപോലുള്ളൊരു വാതിൽ പണി കഴിപ്പിച്ചു. രാജാവ് എല്ലാവരോടുമായി വിളിച്ചു ചോദിച്ചു, ഈ വാതിലിലൂടെ കടന്നുപോവാൻ സാധിക്കുന്നവൻ ആരെങ്കിലുമുണ്ടോ? അതേ വ്യക്തി വന്നു. അദ്ദേഹം രാജാവിനെ കൊണ്ട് നന്നായി തണുത്ത വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വാതിലിലൂടെ കടന്നുപോവാൻ സാധിച്ചില്ലെങ്കിൽ രാജാവിനും അത് സാധിക്കില്ല. തണുത്ത വെള്ളത്താൽ രാജാവിൻ്റെ തൊണ്ട ചീത്തയായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും പുറത്തു വന്നില്ല. രാജാവിനും വാതിലിലൂടെ അകത്ത് കടക്കാൻ സാധിച്ചില്ല. അദ്ദേഹം കോപത്താൽ വിറച്ചു. പിന്നീട് രാജാവ് തൻ്റെ ചെരുപ്പടി ശബ്ദത്താൽ തുറക്കുന്ന വാതിൽ പണി കഴിപ്പിച്ചു. പക്ഷേ ആ വ്യക്തി വന്ന് തറയിൽ പരവതാനി വിരിച്ചു. അങ്ങനെ ചെരുപ്പടി ശബ്ദം പോലും കേൾക്കാൻ സാധിച്ചില്ല. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധത്താൽ തുറക്കുന്ന വാതിൽ പണി കഴിപ്പിച്ചു തരൂ. എന്നാൽ
ഇത്തവണയും ആ വ്യക്തി തന്നെ വന്നു. അയാൾ രാജാവ് ധരിച്ചിരുന്ന കുറച്ച് വസ്ത്രങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് വാതിലിനടുത്തെത്തി. വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു കാണും? അവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം എത്ര കാലം നിലനിന്നിരുന്നുവെന്ന് ആർക്കറിയാം? എനിക്ക് ഏതായാലും ഇതുവരെയുള്ള സംഭവങ്ങളെക്കുറിച്ചേ അറിയൂ. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു കാണും എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയേണ്ടി വരും. എന്നാ പറഞ്ഞോളൂ, പിന്നീട് എന്ത് സംഭവിച്ചു കാണും? ഈ പാഠഭാഗത്തിലെ വരികൾ ഉപയോഗിച്ചുകൊണ്ട് രാജാവും മന്ത്രിയും തമ്മിലുള്ള സംഭാഷണം ഒന്ന് എഴുതി നോക്കൂ. ഒരു ഉദാഹരണം നോക്കാം. വാർത്താലാപ് സംഭാഷണം. രാജ: मंत्री, पहले दरवाजे से काम नहीं चला, मैं निराश हूँ. मंत्री: जी माफ कीजिए. राजा: मुझे नया दरवाज़ा चाहिए. मंत्री: जी ज़रूर. आपको कैसा दरवाज़ा चाहिए? राजा: मुझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ मेरी ही आवाज़ से खुले. मंत्री: जी ज़रूर, जल्दी बड़े से कहकर ऐसा ही दरवाज़ा बनवाऊंगा. राजा: ठीक है, जल्दी तैयार करके आओ. मंत्री: जी ज़रूर. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. സഹി മിലാൻ കരെ, ചേരുംപടി ചേർക്കുക. राजा ने गंध से घुलने वाला दरवाज़ा बनवाया. आवाज़ से घुलने वाला दरवाज़ा बनवाया. जूतों की आहट से घुलने वाला दरवाज़ा बनवाया. शक्ल देखने पर घुलने वाला दरवाज़ा बनवाया. ഇത്രയുമാണ് ഒരു വശത്ത് തന്നിരിക്കുന്നത്. മറുവശത്ത് തന്നിരിക്കുന്നതുമായി ചേരുംപടി ചേർക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. 1. कपड़े हाथ में उठाकर दरवाजे के पास ले गया. 2. राजा को ठंडा पानी पिलाया. 3. आदमी ने ज़मीन पर कालीन बिछा दिया. 4. हाथ में राजा की तस्वीर लेकर आया. അടുത്ത വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. കഹാനി കോ ആകെ ബഡായേ. കഹാനി മുന്നോട്ട് കൊണ്ടുപോവുക. കഥ മുന്നോട്ട് കൊണ്ടുപോവാനായി നമുക്ക് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്നി ഉംഗ്ലിയോ സെ ഛൂനെ സെ, അപ്നി ചുട്കി ബജാനെ സെ, കൂട്ട് ഭാഷ കെ പ്രയോഗ് സെ, കൂട്ട് സംഖ്യ കെ പ്രയോഗ് സെ എന്നിവ. നമുക്ക് അപ്നി ഉംഗ്ലിയോ സെ ഛൂനെ സെ എന്ന സൂചന ഉപയോഗിച്ച് കഹാനിയെ മുന്നോട്ട് കൊണ്ടുപോവാം. कहानी को आगे बढ़ाएं. राजा ने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनवा कर दो जो मेरी उंगलियों से छूने से खुले. मंत्री ने एक ऐसा ही दरवाज़ा बनवाया. तब राजा ने सबको बुलाकर कहा, है कोई जो घुस सकता है इस दरवाजे से? वही आदमी आया. उसके हाथ में दस्ताना था. उसने वो दस्ताना राजा को पहनाया. दस्ताना पहनने के कारण उंगलियों से छूने पर भी राजा दरवाजे से अंदर नहीं जा पाया. वो गुस्से से कूदता रह गया. ഇവിടെ നമ്മൾ ദസ്താന എന്ന ഒരു പുതിയ വാക്ക് പരിചയപ്പെട്ടു. ദസ്താന എന്ന വാക്കിൻ്റെ അർത്ഥം കയ്യുറ എന്നാണ്, അതായത് ഗ്ലൗസ്.